വരൂ കൂട്ടുകാരെ, ആനക്കുട്ടിയുടെ ഈ ചാനലിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാഠഭാഗം. ഇതൊരു കവിതയാണല്ലേ? കവിതയുടെ പേരെന്താണ്? മഴയോ മഴ. ഇത് മഴയെക്കുറിച്ചൊരു കവിതയാണ്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? വായിക്കാം, ഒത്തുപാടാം. നമുക്ക് ഈ കവിത പാടി നോക്കിയാലോ? മ്യൂസിക് വരട്ടെ. മഴയോ മഴ, മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. നമുക്കൊരു തവണ കൂടി പാടി നോക്കാം. മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള്, കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള്, പുതപ്പില്ലാത്ത കുട്ടിയോള്. കൂട്ടുകാരെ, നമുക്ക് ഈ കുട്ടികൾക്ക് വേണ്ടി ഒരു അടിപൊളി കുട വരയ്ക്കാം. കൂട്ടുകാർ ഇതുപോലെ വരയ്ക്കൂ. ഇനി കുടയ്ക്ക് നിറം നൽകാം. കൂട്ടുകാർ ഇതുപോലെ അടിപൊളിയായി കുട വരച്ചോ? ഇനി അടുത്ത പേജ് നോക്കൂ. ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം കുട. കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. എവിടെയും കാണാം, എന്നാൽ ഒരിടത്തും തൊടാനാവില്ല. ഉത്തരം കാറ്റ്. എന്റെ പുരയിലിരുന്നാൽ വെയിലും കൊള്ളും മഴയും കൊള്ളും. ഉത്തരം ആകാശം. മാനത്താണ് വീട്, കാറ്റാണെന്റെ കൂട്ട്, താഴോട്ടാണ് പോക്ക്. ഉത്തരം മഴ. അവിടെ കണ്ടു ഇവിടെ കണ്ടു, പിന്നെ കണ്ടില്ല. ഉത്തരം മിന്നൽ. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി. ഉത്തരം കുട. ആകാശത്തൊരു പഞ്ഞിക്കെട്ട്. ഉത്തരം മേഘം. അടുത്തത് ഒരു പരീക്ഷണമാണ്. പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തി പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം. ഞാൻ കണ്ടത്: വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തിപ്പിടിച്ച് കുപ്പി ഉയർത്തിയതിനു ശേഷം പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് വിരൽ മാറ്റിയപ്പോൾ കുപ്പിയിൽ നിന്നും മഴ പെയ്യുന്നതായും, നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സുഷിരം അടച്ചു പിടിച്ചപ്പോൾ മഴ നിൽക്കുന്നതായും കണ്ടു. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാം? ബക്കറ്റ്, വെള്ളം, കുപ്പി, ആണി. ഇനി അടുത്ത പേജ് നോക്കൂ. ഇന്നലെ പെയ്ത മഴ. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടിയുലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്.
ഇടയ്ക്കിടെ തോർന്നും പിന്നെയും പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുകിക്കളഞ്ഞ് മഴ അവിടം വൃത്തിയാക്കി. പക്ഷെ എന്ത് ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. ഇനി നമുക്ക് ഒരു മഴയനുഭവം എഴുതാം. ഞാനും മഴയും. രാവിലെ മുതൽ മഴ ചെറുതായി പെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ മഴയുടെ ശക്തി കൂടി. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ തെങ്ങുകൾ ആടിയുലയുന്ന കാഴ്ച എനിക്ക് വീട്ടിലിരുന്ന് കാണാമായിരുന്നു. അയൽവാസിയുടെ വീട്ടിലെ വാഴ ചെരിഞ്ഞു വീഴുന്നത് ഞാൻ മഴയും നോക്കി ചായ കുടിക്കുന്ന നേരത്തായിരുന്നു. പെട്ടെന്ന് കറന്റ് പോയി. പിന്നെ വീട്ടിലുള്ളവരെല്ലാവരും എന്റെ കൂടെ മഴയും നോക്കി ഇരിപ്പായി. ഞാൻ ന്യൂസ് പേപ്പർ എടുത്ത് തോണിയുണ്ടാക്കി മുറ്റത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന മഴവെള്ളത്തിൽ ഒഴുക്കി കളിച്ചു. പെട്ടെന്ന് ഒരു ഇടിമുഴക്കത്തിൽ ഞാൻ പേടിച്ചു പോയി. രാത്രിയോടുകൂടി മഴ കലിതുള്ളിയാണ് പെയ്തത്. മഴവെള്ളം മുറ്റത്തൂടെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. എന്റെ പുതിയ ചെരുപ്പുമായാണ് മഴവെള്ളം ഒലിച്ചു പോകുന്നതെന്ന് ആ രാത്രിയിൽ ഞാൻ അറിഞ്ഞില്ല. മഴയുടെ തണുപ്പിൽ രാത്രി നന്നായി ഉറങ്ങി. പിറ്റേന്ന് ചെരുപ്പ് കാണാതെ ഞാൻ തിരഞ്ഞു നടന്നപ്പോൾ അപ്പുറത്തെ തൊടിയിലെ മാവിന്റെ വേരിൽ എന്റെ ചെരുപ്പ് കുടുങ്ങിക്കിടക്കുന്നത് കണ്ടു. ആ സംഭവത്തോടെ മഴ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് മഴയുടെ ഈ കുസൃതിയാണ് ഓർമ്മ വരിക. മഴച്ചൊല്ലുകൾ കണ്ടെത്താം. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നതെന്തുകൊണ്ട്? കാരണം മഴ തോർന്നാലും മരത്തിലെ ഇലകളിലും ചില്ലകളിലും തങ്ങി നിൽക്കുന്ന മഴവെള്ളം കാറ്റടിക്കുമ്പോൾ പെയ്യും. ഇതുകൊണ്ടാണ് മഴ തോർന്നാലും മരം പെയ്യുമെന്ന് പറയുന്നത്. ഇതുപോലുള്ള ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? അവ ക്ലാസ്സിൽ പറഞ്ഞു നോക്കാം. നമുക്ക് കുറച്ച് മഴച്ചൊല്ലുകൾ എഴുതാം. ചിങ്ങത്തിൽ മഴ ചിണുങ്ങി ചിണുങ്ങി. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം. തിരുവാതിരയിൽ തിരിമുറിയാതെ. മഴ പെയ്താൽ നിറയാത്തത് കോരി ഒഴിച്ചാൽ നിറയുമോ? മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. തുലാപ്പത്ത് കഴിഞ്ഞാൽ പ്ലാപ്പൊത്തിലും ഇരിക്കാം. തിരുവാതിര ഞാറ്റിൽ അമൃതമഴ. കൂട്ടുകാർ മഴച്ചൊല്ലുകൾ എഴുതിയോ? ഇനി അടുത്ത പേജ് നോക്കൂ. കൂട്ടുകാരെ, നിങ്ങൾക്ക് മഴ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് അറിയാമോ? ഇതാ ഇവിടെ ഒരു മഴത്തുള്ളി കഥ പറയാൻ പോവുകയാണ്. നമുക്ക് കഥ കേൾക്കാം. മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളിക്കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നോ? കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്കുയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ഠേ ഠേ ഠോ ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടിക്കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി. തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ്? ഉത്തരം വെള്ളത്തുള്ളിയും കൂട്ടുകാരുമാണ് കടലിൽ കളിച്ചത്. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണമെന്ത്? ഉത്തരം ചൂട് സഹിക്കാൻ പറ്റാത്തതിനാലാണ് വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിച്ചത്. വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന്? ഉത്തരം ഇടിമുഴക്കം കേട്ടിട്ടാണ് വെള്ളത്തുള്ളികൾ പേടിച്ചത്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം തണുപ്പ് കൂടിക്കൂടി വരികയും വെള്ളത്തുള്ളികൾ മഴയായി താഴേക്കെത്തുകയും ചെയ്തു. അടുത്ത പ്രവർത്തനം നോക്കൂ. സംഭാഷണം എഴുതാം. ഇവിടെ കുട്ടിയും മഴത്തുള്ളിയുമായുള്ള സംഭാഷണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സംഭാഷണം എഴുതിയാലോ? കുട്ടി: മഴത്തുള്ളി മഴത്തുള്ളി, നീ എന്തിനാ ആകാശത്തേക്ക് ഉയർന്നത്? മഴത്തുള്ളി: ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ട്. കുട്ടി: പിന്നെ എന്തിനാണ് നീ പേടിച്ചത്? മഴത്തുള്ളി: ഠേ ഠേ ശബ്ദം കേട്ടിട്ട്. കുട്ടി:
അയ്യോ, സാരമില്ല. ആ തണുത്ത കാറ്റ് വീശിയപ്പോൾ നീ മഴയായി താഴേക്ക് വന്നല്ലോ, മഴത്തുള്ളി. അതെ അതെ, ഞാൻ വീണ്ടും കടലിലെത്താൻ പോകുന്നു. നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം. കണ്ടെത്താം, എഴുതാം. ചുവടെ ഒരു പദസൂര്യൻ കണ്ടല്ലോ. നമുക്ക് ഈ പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം ജലസ്രോതസ്സുകളാണുള്ളത്? നമുക്ക് എഴുതാം. എന്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ പുഴ, കുളം, തോട്, കിണർ, കടൽ, കായൽ. ഇതെല്ലാമാണ് നമ്മുടെ ജലസ്രോതസ്സുകൾ. അടുത്ത പേജ് നോക്കൂ. പ്രതികരിക്കാം, പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. ഈ ചിത്രത്തിൽ നിങ്ങൾ എന്താണ് കാണുന്നത്? ഫാക്ടറികളിൽ നിന്നും വീടുകളിൽ നിന്നും ഫ്ലാറ്റുകളിൽ നിന്നുമെല്ലാമുള്ള വേസ്റ്റുകൾ ജലാശയത്തിലാണ് കൊണ്ട് തള്ളുന്നത് അല്ലേ? ഇത് ശരിയാണോ? അല്ല. നമ്മുടെ ജലാശയങ്ങൾ മലിനമാക്കിയാൽ നമുക്ക് ശുദ്ധജലത്തിന് ക്ഷാമമുണ്ടാകും, മാറാ രോഗങ്ങളൊക്കെ വരും അല്ലേ? അതിനാൽ നമ്മുടെ ജലാശയങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് പോസ്റ്റർ വാക്യങ്ങൾ തയ്യാറാക്കാം. ചുവടെ ഒരു പോസ്റ്റർ വാക്യമുണ്ടല്ലോ. അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇനി നമുക്ക് എഴുതി നോക്കിയാലോ. ജലം സംരക്ഷിക്കൂ, പ്രകൃതിയെ നിലനിർത്തൂ. ജലമില്ലെങ്കിൽ നാമില്ല. ജലം ജീവന് ആധാരം. ഇനി അടുത്ത പേജ് നോക്കൂ. നമുക്കൊരു കവിത ചൊല്ലാം. നമ്മുടെ നാട്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോലപ്പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോലപ്പീലി നിവർത്തിയാടുക നാടേ തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരിനീലപ്പച്ച, തളിരിലകളിലിളം പച്ച, പല പച്ചകൾ ചേർത്തു വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. കേരളത്തിന്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മലകളുടെ നാട്, പുഴകളുടെ നാട്, കടലിന്റെ നാട്, തെങ്ങുകളുടെയും പനകളുടെയും നാട്, നെൽവയലുകളുടെ നാട്, കാടുകളുടെയും താഴ്വരകളുടെയും നാട്. കൂട്ടുകാർക്ക് ഈ പാഠം മനസ്സിലായോ? ആനക്കുട്ടിയുടെ ഈ ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.